ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി അന്നോട്ട് പല തരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഇൻഡസ്ട്രിയിൽ മുഴുവൻ ഒരു ചർച്ചയായി മാറിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലറാണ് റിലീസായിട്ടുള്ളത്. പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരുമാതിരി പ്രമുഖരായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും തന്നെ ആ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ മൂവിയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ആ ഒരു ഹൊറർ ടച്ച് ആണ്. അതെ, ട്രെയിലർ കണ്ട പ്രകാരം ഹൊറർ ടച്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം പേടിപ്പെടുത്തുന്നത്. പിന്നെ മെയിൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ, അതായത് ഞങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ജനറേഷൻപ്പെട്ട ആളുകൾ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുവരെ നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ചില മൂവിയുടെ ഒക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ കുറച്ച് പോർഷനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാറുണ്ട്. ബട്ട് ഒരു ഫീച്ചർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ത്വര കൂടി. അതും ഇന്നത്തെ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ ഡോൾബി, യെസ്, ആ മൂവിക്ക് സൗണ്ടിലേറെ പ്രാധാന്യം ട്രെയിലറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റിലുള്ള ഒരു വെള്ളം ഒഴുകുന്ന സൗണ്ട്, ഡ്രോപ്പിംഗ് സൗണ്ട്, അതോടുകൂടി തന്നെ റീച്ചേൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അതെ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും തന്നെ, നമ്മുടെ ഷസാം, അതേപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സ്, എൻ്റർടൈൻമെൻറ്റ് കിഴി, ഇവരൊക്കെ ട്രെയിലർ കണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പടം കണ്ടിട്ട്, മീൻസ് ട്രെയിലർ കണ്ടിട്ട് പറയാനുള്ളത് ഒറ്റ കാര്യം, ഇറ്റ്സ് ജസ്റ്റ് വാവ്. അതെ, ഒരു അവസാനത്തെ ഒരു 3 സെക്കൻഡ് 2-3 സെക്കൻഡ്സ്, എൻ്റെ പൊന്നെ, എന്താണത്? അതിന് വേണ്ടി ആൾക്കാർ തിയേറ്ററിൽ പോകും എനിക്ക് തോന്നുന്നു. ഞാൻ അതിൽ പെട്ടോ. ടു ബി ഫ്രാങ്ക്, ഞാൻ അതിൽ പെട്ടാണ്. പടം ഫെയിൽ ആവുക അല്ലെങ്കിൽ സക്സസ് എന്തോ വാട്ടർ ഇറ്റ് അത് വിട്ടേക്കുക. പക്ഷേ ആ ഒരു ചിരി അതെനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താടാ അത്? അതെ, അത് കാണാൻ വേണ്ടി മിക്കവാറും ആൾക്കാർ പോകും. ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ പെട്ടതാണ്. അത് തന്നെ ഒരു ട്രെയിലർ വന്നപ്പോൾ തന്നെ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ട എത്രയോ പേരുണ്ട്. ഞാൻ അതിൽ പെട്ടതാണ്. അവസാനത്തെ ഒരു പോർഷൻ, അതുവരെ ട്രെയിലർ കണ്ടുപോകുമ്പോൾ ഒരു സ്ലോ പേസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കഥ ആ ഒരു തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീലോട് കൂടി തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ്, നമ്മുടെ ഷസാം ആണെങ്കിലും അതേപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സ് ആണെങ്കിലും പ്രധാനപ്പെട്ട എല്ലാവരും അത് കണ്ടിട്ട് ജസ്റ്റ് വാവ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അവരുടെ റിയാക്ഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് ഇനി നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു ഡീകോഡിങ്ങിലേക്കാണ്. ട്രെയിലർ ഡീകോഡിങ് ഒരു ശ്രമം മാത്രമാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ട്രെയിലർ കണ്ടു വെച്ചിട്ട് ഇതൊരു ലൂപ്പാണെന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ആ ട്രെയിലറിലും ഡയലോഗ്സ് റിപ്പീറ്റേഷൻ ആ ഒരു പകിട കളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതൊരു ഗെയിം ആയിട്ട് നമ്മൾ പണ്ടത്തെ ജുമാൻജി ഇല്ലേ, ആ രീതിയിൽ ഒരു ലൂപ്പിൽ ആ ഒരു ലൂപ്പിൽ പെട്ട ഒരു ഗെയിമിൽ ഒരു ലൂപ്പിലേക്ക് എൻട്രി ആവുന്ന പോലെയാണ് തോന്നുന്നത്. യെസ്, എന്നാലും പകിടകളി പണ്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രായമായവരൊക്കെ പറഞ്ഞ പകിടകളി കേട്ടിട്ടുണ്ട്. അത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഗെയിമിലൂടെ കഥ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. ഈ പകിട കളിയുടെ കാര്യം തന്നെ അർജുൻ അശോകൻ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. ആളത് ലൂപ്പിൽ പെട്ടുപോയതാണ്. എന്തായാലും ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ അത്. അർജുൻ എന്തായാലും വളരെ മികച്ച റോൾ തന്നെയാണ് ആ ഒരു മൂവിയിൽ കിട്ടിയത്. ആ ഒരു പോസ്റ്ററിലും കാണാം മമ്മൂട്ടിയുടെ ഒരു ഫേസ് സെൻട്രലായിട്ട് ചുറ്റും അർജുൻ്റെ പല ഭാവങ്ങൾ. അത് എന്താ പറയുക, ആൾക്ക് കിട്ടിയ എന്താ പറയുക, ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂക്കയെ പോലെ ഒരു ആക്ടർ നടുവിൽ ഇങ്ങനെ നിർത്തിയിട്ട് ചുറ്റിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പുള്ളിയുടെ പല റിയാക്ഷൻസ്, എക്സ്പ്രഷൻസ്. അതിൽ സിദ്ധാർത്ഥ് ഭരതൻ പടത്തിലുണ്ട്, ബട്ട് ആളും മമ്മൂക്കായിട്ടുള്ള അങ്ങനെ കോമ്പിനേഷൻ ഇതിൽ കാണിച്ചിട്ടില്ല. ബട്ട് അർജുൻ അശോകനും മമ്മൂക്കായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ഡീകോഡിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായിട്ടാണ് നിനക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട്? എനിക്ക് തോന്നുന്നൊരു 2-3 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി, ഒരു ലൂപ്പിൽ പെട്ട് പുറത്ത് വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ റെയിനിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ട്രെയിലറിൽ. ഒരു മഴ പെയ്യുന്നതും വെള്ളം ഒഴുകുന്നതും മഴ പെയ്യുന്നതൊക്കെ ആയിട്ട് സീൻസ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ ഒരു വാട്ടർ ഡ്രോപ്പിംഗ് സൗണ്ടോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, പിന്നെ ആ ഒരു പഴയ കാലത്തൊരു മനയായിട്ടാണ് നമ്മളെ കേരളത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതെ, കുഞ്ഞമ്മൻ പോറ്റി. അപ്പോൾ അർജുൻ അശോകൻ അങ്ങനെ ഒരു മനയിൽ എത്തിപ്പെട്ട് അവിടെ കുടുങ്ങിപ്പോകുന്ന രീതിയിൽ ആ തെരഞ്ഞു പോകുന്നതാണ്. ആ ഒരു മന തെരഞ്ഞു പോകുന്നതായിട്ടാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു മമ്മൂക്ക ആ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ദ ഏജ് ഓഫ് മാഡ്നസ്, ഒരു ഭ്രാന്തിൻ്റെ യുഗമാണത്.
അപ്പം എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ഒരു അഭിചാര ക്രിയകളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു മന്ത്രവാദി. അത് ഇപ്പൊ മുമ്പൊക്കെ വന്നിട്ടില്ല, അങ്ങനെ കാണുന്നുണ്ടല്ലേ അത് ഞാൻ ഡീകോഡ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അത് മുമ്പേ പറഞ്ഞത് മമ്മൂക്ക ഒരു ദുർമന്ത്രവാദിയാണ്. അപ്പം ആളുടെ ഒരു മാഡ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആള് ഈ അർജുൻ അശോകനെയും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനെയും ആ ഒരു മനയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതായത് വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്തോന്ന് കാണിച്ചത്. മറ്റേ ഈ ഒരു ലേഡി ക്യാരക്ടർ അതിൽ കാണിച്ചിട്ടുണ്ട്, ഒരു പുറകെ പോകുന്നല്ലേ. അതെ, അത് ആ ലേഡി ക്യാരക്ടറിന് കാരണം ആള് കുറച്ചൊന്ന് ടോപ്പ് നിന്ന് താഴോട്ട് നോക്കുന്നുണ്ട്. മണികണ്ഠനാചാരി നമ്മുടെ ബാലേട്ടൻ അല്ലേ, അടിയാ പുള്ളിക്കാരനും അർജുൻ അശോകനും കൂടി ഒന്ന് ടോപ്പിലേക്ക് നോക്കുന്നതായിട്ട് കാണിക്കണ്ടേ. എനിക്ക് തോന്നുന്നു ആ ഒരു ലേഡിയെ വെച്ച് വശീകരിച്ച് ഈ മനയിലേക്ക് കൊണ്ടുവന്ന് ആളുടെ ഭ്രാന്ത് ഇവരുടെ അടുത്ത് പ്രകടിപ്പിച്ച് അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്തുന്ന സൈക്കിക് ക്യാരക്ടറാണോ മമ്മൂക്ക? അങ്ങനെയുമായിരിക്കാം. ഒരു കുഴി വെട്ടുന്ന സീനൊക്കെ കാണുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ കുഴി വെട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അർജുൻ അശോകൻ വളരെ അവശനായിട്ട് കിടക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇവരുടെ 3 പേരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു ചിരി വരുന്നുണ്ട്. പിന്നെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 2 വട്ടത്തിൽ കൂടുതൽ നിനക്ക് വിധിയെ പണം വെച്ച് കളിക്കാൻ കഴിയില്ല. അപ്പം ലൂപ്പ് തന്നെ അവനാണ് ചാൻസ്. കാരണം ആളാ ലൂപ്പിനുള്ളിൽ പെട്ടുപോയിട്ട് മമ്മൂക്ക് ഈ ഒരു പകിട കളിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. പറഞ്ഞു കൊടുക്കുന്നുണ്ട് കളി. അർജുൻ അശോകൻ ആർക്കും ഈ കളി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മമ്മൂക്കാണോ സിദ്ധാർത്ഥ് ഭരതനാണോ എന്നുള്ളതൊരു സംശയത്തിന് നേരിൽ നിൽക്കുകയാണ്. പക്ഷെ ആ ട്രെയിലറിലുടനീളം മമ്മൂട്ടിയുടെ ആ ഒരു വില്ലൻ ക്യാരക്ടർ, ആ ഒരു വില്ലൻ ടച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് മോഡുലേഷൻ എന്താടാ, കാരണം 5 ലാംഗ്വേജ് ഉണ്ട്. 5 ലാംഗ്വേജും പുള്ളി ലാംഗ്വേജ് പിന്നെ പുള്ളിക്ക് ഒരു വിഷയമാണ്, അത് പണ്ട് നമുക്കറിയാം. ബട്ട് ആ ഒരു മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ എന്താണല്ലേ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫാൻസ്. കാരണം അദ്ദേഹം ഡബ് ചെയ്യുന്ന അത്ര എഫോർട്ട് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു മൂവിക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷനും. ഇല്ല, ഫാൻസിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഡബിങ് മാത്രമേ ഘടക. ആ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പുള്ളിയുടെ ലൈനപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതുവരെയുള്ള ചെയ്ത ഒരു പടത്തിന്റെ ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂട്ടി യുഗമാണെന്നാണ് മൊത്തം സിനിമ ഇൻഡസ്ട്രി തന്നെ പറയുന്നത്. കാരണം ആളുടെ ഓരോ റോളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് വെറൈറ്റി പിടിച്ച് ആളിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. മലയാളം മൂവി ഇൻഡസ്ട്രി തന്നെ പലരും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല മമ്മൂക്ക ഇത്തരത്തിലൊരു മൂവിക്ക് ഈ ഒരു മൂവി ചെയ്തു എന്നുള്ളത്. ആസിഫ് അലി പറഞ്ഞിട്ടുണ്ട് അർജുൻ അശോകന്റെ റോള് ചെയ്യേണ്ടിയിരുന്ന ആളാണ് ആസിഫ് അലി. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില ഡേറ്റ് ഇഷ്യൂസ് കാരണങ്ങളൊക്കെ പുള്ളി അത് വിട്ടതാണ്. ബട്ട് ആസിഫ് ഖാൻ നിങ്ങൾക്ക് പറ്റിയൊരു എന്താ പറയുക മിസ്സായി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് മിസ്സാവും. കാരണം ഇപ്പോൾ അർജുൻ അശോകൻ ചെയ്തുകൊണ്ടാണെങ്കിൽ മോശമായി എന്നല്ലോട്ട് പറഞ്ഞത്, ബട്ട് ആളത് ചെയ്തോണ്ട് തന്നെ ആളെ നല്ല രീതിയിൽ ആളിലേക്ക് ഒരു ഫോക്കസ് വരാനുണ്ട്. ആളുടെ അഭിനയം അത് ആളുകൾ വിലയിരുത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അത് കൺഫേം ആണ്. കാരണം ഒരു പടം ത്രൂ ഔട്ട് മമ്മൂക്കയുടെ കൂട്ടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ, മാത്രമല്ല അർജുൻ അശോകൻ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഡൈ ഹാർഡ് ഫാനാണ്. പണ്ട് ഒരുപാട് ഇന്റർവ്യൂസിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാൻ ബോയ് മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് പടത്തിൽ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ, കാരണം ട്രെയിലർ കണ്ടത് വെച്ചാണെങ്കിൽ ആളുടെ ഇമോഷൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അത്രയും ടച്ചിങ് ആണ്. നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞെട്ടി എണീക്കുന്ന സീനും കരയുന്നതും എല്ലാം അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളൊരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണുള്ളത്. പിന്നെ ആൾ ആ മനയിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും ആൾ ഉറങ്ങി എണീറ്റ് വേറൊരു സ്ഥലത്താണ്, അവിടെ നിന്ന് ആ മനയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഇത് ലൂപ്പ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ബട്ട് ആ ലൂപ്പിൽ എന്ത് ഡിഫറൻസ്, അതാണ് നമ്മുടെ ഡയറക്ടർ രാഹുൽ സദാശിവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്താണെന്നാണ് കാണാൻ വേണ്ടി പോകുന്നത്. പുള്ളിയുടെ മുമ്പത്തെ പടം ഭൂതകാലമാണല്ലോ. ഭൂതകാലം കണ്ടവർക്കറിയാം, അതൊരു എക്സ്ട്രീം ലെവൽ, അതൊരു വേറൊരു തരത്തിലുള്ള ഒരു ഐറ്റം ആയിരുന്നു. നമ്മുടെ രേവതിയും അതേപോലെ തന്നെ ഷൈനികത്തിൻ്റെ ഒക്കെ എന്താ പറയുക പെർഫോമൻസ് കണ്ടിട്ട് വളരെ മാനി ആ ഒരു തരത്തിലേക്ക് ആളെ മാറ്റിയിട്ടുണ്ട് ആ ഒരു ഭൂതകാലം എന്ന് പറഞ്ഞൊരു പടം. അപ്പം അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അർജുൻ അശോകനെയും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനെയും നമുക്ക് പിന്നെ പറയണ്ടല്ലോ, ആള് കീറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുമ്പ് പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നുന്നില്ല. ആ ഒരു ഈവിൾ ലാസ്റ്റുള്ള ആ ഒരു 2-3 സെക്കൻഡ്സിൽ എൻ്റെ പൊന്നെ എന്താടാ കണ്ടൊരു പേടിച്ച് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ അബ്ബളകി പോകുന്ന പറയില്ല. ആ ഒരു അവസ്ഥയിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന്റെ നമ്മളത് ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ച് കണ്ട് ഇങ്ങനെ ഒരു 6 ഇഞ്ചിന്റെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, അത്രയും വലിയൊരു സ്ക്രീനിൽ ഫുൾ സൗണ്ട് എഫക്ട്സിൽ ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അടിപൊളി. പിന്നെ ഇതിന്റെ ഡയറക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട് 13 വയസ്സിന് മേലോട് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ കാണാവുന്ന വലിയൊരു ഹൊറർ ഫീൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ചെറിയൊരു ഹൊറർ ടച്ച് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്.
ഈ ഒരു മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു നിരാശയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ഇല്ല കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ കാണുമ്പോൾ നിരാശയാണെന്നാണ് പറയുന്നത്. നിരാശയില്ല. ഞാൻ നിരാശയായിരുന്നു പ്രതീക്ഷിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇത്രയും കളറൊക്കെ ഇത്രയും ടെക്നോളജി ഒക്കെ ഉള്ള ടൈമിൽ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ല. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ ആ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ടി വിയിൽ പഴയ നസീറിൻ്റെ പടങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇതൊരു ബിഗ് സ്ക്രീനിൽ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല ഇതിൻ്റെ ഒരു കാലഘട്ടം പറയുന്നത് ഒരു 10-18 നൂറ്റാണ്ടോ ആ ഒരു സമയമാണ്. കുറച്ച് മുമ്പേ ഉള്ളൊരു കാലഘട്ടമാണ് പറയുന്നത്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഡയറക്ടർ രാഹുൽ സദാശിവ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം 15-ാം തീയതി വരുന്ന 15-ാം തീയതി ഈ ഒരു പടം റിലീസാണ്. എന്ത് തന്നെയാണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് അത് മസ്റ്റാണ്. സോ അല്ലാതെ നിങ്ങളിപ്പോൾ OTT എത്തിയിട്ട് കാണാമെന്ന് വിചാരിച്ച് നിൽക്കേണ്ടതില്ല. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമുക്ക് തിയേറ്ററിൽ പോയി ഫീൽ ചെയ്യാൻ പറ്റുമോ അറിയില്ല ഈ ഒരു കാലഘട്ടത്തിൽ. ഒരു എക്സ്പെരിമെന്റ് കൂടിയാണിത്. കാരണം ഈ ഒരു ഏറയിൽ മലയാളത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആളുകളൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഈ ഒരു സാധനം ആളുകൾ പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രതീക്ഷ വാനോളം ഉയരട്ടെ, പ്രതീക്ഷയ്ക്കൊത്ത് പടം ഉയരട്ടെ നമുക്ക് ആശംസിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ബാക്കി പടം കണ്ടിട്ട് തീരുമാനിക്കാം. ബൈ.